ഈ വിശുദ്ധ കൂട്ടായ്മയിൽ, ഈ ആരാധനയിൽ നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പുറത്ത് ശബ്ദമുണ്ട്, പക്ഷെ നമുക്ക് ശാസിക്കാൻ പറ്റില്ല. അവർ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് അല്പസമയം കഴിയുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ കർത്താവേ, നിൻ കരങ്ങൾ നിർമ്മിച്ച ലോകമെല്ലാം എൻ കൺകൾ കാണുകയിൽ, ഇടിമിന്നൽ താരാഗണങ്ങൾ കണ്ട എൻ ദൈവമേ, നീ എത്ര ഉന്നതൻ. പാടുമെന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. പാടുമെന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. പ്രൈസ് ഗോഡ്. ആദ്യമായിട്ട് ഈ സഭയിൽ കടന്നു വരുവാൻ കർത്താവ് ഇങ്ങനെ തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ കൂട്ടായ്മയിലേക്ക് എനിക്ക് ഹാർദമായി സ്വാഗതം അരുളിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റോയ് അവരോടും, അതിന് മുഖാന്തരമായി ഒരുക്കിയ എൻ്റെ വാത്സല്യ സഹോദരൻ ബ്രദർ സ്മിതേഷ്, എൻ്റെ വാത്സല്യ സഹോദരൻ ബ്രദർ ബൈജു, ഇവരോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയോർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ തുടർന്നും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ വ്യാപ്തിക്കായി അനേക ആത്മാക്കളെ നേടുവാൻ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് Gospel according to Luke chapter 20 verses 17 and 18. അവനോ അവനെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ പഴയ പുതിയ നിയമ തിരുവെഴുത്തിലുടനീളം ദർശിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മുൻനിർണയ പദ്ധതിയാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് കഴിഞ്ഞ ചില ആഴ്ചകളായി എന്നോട് സംസാരിച്ച, എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ വായിച്ച ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തെക്കാൾ ഉപരിയായി അത് പറയാനുണ്ടായ പശ്ചാത്തലം എന്നുള്ളത്, there was a time when Jesus' authority was questioned by the leadership of the Jewish community. യഹൂദ മത നേതാക്കന്മാർ യേശു കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു, ആരാണ് നിനക്ക് ഈ അധികാരം തന്നത്? നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് അതിന് കൃത്യമായി മറുപടി കൊടുത്തു. അതിനുശേഷം കർത്താവ് ഒരു ഉപമയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതിനുശേഷം യേശു കർത്താവിൻ്റെ ഉപമകൾ പഠിക്കുമ്പോൾ there are two types of parables of Jesus. യേശു കർത്താവിൻ്റെ ഉപമകളെ രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നടന്ന കാര്യങ്ങൾ കർത്താവ് കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ നടക്കാറുള്ള സംഭവത്തോട് കർത്താവ് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഒന്ന്, either they are objective or they are relative. ഒരു മനുഷ്യന് 2 മക്കൾ ഉണ്ടായിരുന്നു, അത് നടന്ന കാര്യമാണ്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അത് നടന്ന സംഭവമല്ലെങ്കിലും നടക്കാറുള്ള പതിവ് പോലെ നടക്കാറുള്ള സംഭവത്തോട് ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞതാണ്. അതുപോലെ ഇവിടെ കർത്താവ് നടന്ന ഒരു കാര്യം പറയുകയാണ്. ധനവാനായ ഒരു മനുഷ്യൻ നല്ലൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് അത് പാട്ടത്തിന് ഏൽപ്പിച്ചു. കുടിയാന്മാരെ, ടെനൻസിനെ ഏൽപ്പിച്ച ശേഷം അതിൻ്റെ ഫലശേഖരത്തിൻ്റെ, അതിൻ്റെ ഫലമെടുക്കേണ്ട സമയമായപ്പോൾ തൻ്റെ ദാസന്മാരെ പറഞ്ഞയച്ചു. എന്നാൽ ഈ കുടിയാന്മാർ അവരെ ഓടിച്ചു കളഞ്ഞു എന്നാണ്. എന്നാൽ 2-3 ആവർത്തി ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവസാനം യജമാനൻ, അതിന് ഓണർ ചിന്തിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? എൻ്റെ ഏക മകനെ ഞാൻ അങ്ങോട്ട് അയക്കും, ഒരുപക്ഷെ അവര് ആദരിച്ചെങ്കിലോ എന്നുള്ള പ്രത്യാശയിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു. പക്ഷെ അവനോ ഇവനെ കണ്ട മാത്രയിൽ ഇവൻ അവകാശിയാണ്,
ഇവനെ നാം കൊന്നുകളക എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും അദ്ദേഹം? ആ ദേശം അല്ലെങ്കിൽ ആ തോട്ടം അവരെ കുടിയാന്മാരെ നീക്കിക്കളഞ്ഞ ശേഷം വിശ്വസ്തരായ മറ്റ് ചിലരെ ഏൽപ്പിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഉടനെ കർത്താവ് പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? പ്രൈസ് ഗോഡ്. ഞാൻ ആ ഒരു വിഷയത്തെ അല്പസമയം 18-ാമത്തെ വാക്യത്തിലേക്ക് അല്പസമയം നിങ്ങളെ കൊണ്ടുപോയ ശേഷം 17-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദ സ്റ്റോൺ which the builders rejected has become the chief cornerstone. Anyone who falls upon this stone will be broken. ആരെങ്കിലും ഈ കല്ലിന്മേൽ വീഴുന്നവനെല്ലാം തകർന്നു പോകും, ഉടയും, തകരും. പക്ഷെ ഈ കല്ല് ആരിന്മേൽ എങ്കിലും വീണ് കഴിഞ്ഞാൽ അത് അവനെ ധൂളിപ്പിക്കുമെന്നാണ്. ഒരു പ്രത്യേക ഒരു സംഭവം ഈ 18-ാമത്തെ വാക്യത്തിലുണ്ട്. അത് പറഞ്ഞ ശേഷം നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. എനിവൺ ഹു ഫോൾസ് അപ്പോൺ ദി സ്റ്റോൺ ഷാൽ ബി ബ്രോക്കൺ. ഈ കല്ലുമേൽ വീഴുന്നവനെല്ലാം നശിച്ചു പോകുമെന്നല്ല, ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് രണ്ടായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് മൂലക്കല്ലായി ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാനമായി മൂലക്കല്ലായിരിക്കെ ഈ കല്ലിന്മേൽ ഒരുത്തൻ വന്ന് വീഴുന്നതും ഈ കല്ല് ഒരുത്തൻ്റെ മേൽ വന്ന് വീഴുന്നതും രണ്ടും രണ്ട് വ്യത്യസ്ത അനുഭവമാണ്. ഈ കല്ലിന്മേൽ വന്ന് വീഴുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കല്ലിന്മേൽ വന്ന് വീണ് പണിയപ്പെടുന്നതിനോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ കല്ല് വന്ന് വീഴുന്നത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് ഒരുത്തൻ്റെ കഷ്ടകാലമാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഈ കല്ലിന്മേൽ വന്ന് വീണാൽ തകർന്നു പോകും എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നശിക്കും എന്നർത്ഥത്തിലല്ല. Many of our dreams will be broken. നമ്മുടെ പല പദ്ധതികളും, നമ്മുടെ പല ഉദ്ദേശങ്ങളും, നമ്മുടെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാതെ പോയാലും ഈ കല്ലിന്മേൽ വന്ന് വീഴുമ്പോൾ ആ കല്ലിനനുസരിച്ച് നമ്മുടെ ജീവിതം പണിയപ്പെടും. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ അറിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു, ലോകപ്രകാരം ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ സന്നിധിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പല സ്വപ്നങ്ങളും അതിൻ്റെ റീഷേപ്പിങ്ങിലൂടെ കടന്നുപോയി. അത് വീണ്ടും എന്താ പറയുക, വീണ്ടും അതൊരു മറ്റൊരു രൂപീകരണത്തിലൂടെ കടന്നുപോയി. ചിലത് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നു, ചിലതിനോട് നമ്മൾ ഗുഡ് ബൈ പറയേണ്ടി വന്നു, ചിലതെല്ലാം ഉടഞ്ഞു പോകേണ്ടി വന്നു, ചിലതെല്ലാം മുറിച്ചു മാറ്റേണ്ടി വന്നു. കാരണം എന്താണ്? വീണത് സാക്ഷാൽ മൂലക്കല്ലിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ട് പണിയപ്പെടേണ്ടത് അവൻ്റെ അളവിനാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ലെറ്റ് യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ ഇൻ ഹെവൻ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് കർത്താവ് ശിഷ്യന്മാരെ നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ചില ഭാഗത്തേക്ക് അല്പസമയത്തിനുള്ളിൽ കടന്നു വരാം. രണ്ടാമത്തത്, ഈ കല്ല് ഒരുത്തിൻ്റെ മേൽ വന്ന് വീണാൽ അത് അവനെ ധൂളിപ്പിക്കും. തമിഴ് പറഞ്ഞിരിക്കുന്നത് നശിപ്പിക്കും എന്ന അർത്ഥത്തിലാണ്. അതായത് എനിവൺ അപ്പോൺ whomsoever the stone falls, ഈ കല്ല് ഒരുത്തിൻ്റെ മേൽ വന്ന് വീണാൽ അത് അവനെ ഇറ്റ് ഷാൽ ഗ്രൈൻഡ് ഹിം ഇൻടു പൗഡർ, അത് അവനെ പൊടിച്ചു കളയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ it is not about constructive experience, it is all about destructive experience. അത് നശിപ്പിക്കപ്പെടലിനെ കുറിച്ചാണ്. ആ ഭാഗം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. രാജാവ് കണ്ട ഒരു സ്വപ്നമുണ്ട്, വലിയൊരു ബിംബം. ആ ബിംബം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വേരിയസ് കമ്പോണൻസ്, പല സംഭവങ്ങൾ കൊണ്ട്, വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു വലിയൊരു ബിംബമാണ്. അതിൻ്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നത് അതിൻ്റെ ഫീറ്റ്, പാദം പകുതി കളിമണ്ണും പകുതി ഇരുമ്പ് കൊണ്ടുമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊന്ന് ചേരാത്ത അവസാന ഭാഗം അതാണ്, ഒന്നിനോടൊന്ന് ചേരാത്ത ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കായി എത്തിയിരിക്കുന്നത്. ഐ ബിലീവ് ദാറ്റ് വി ആർ ദ ക്ലോസിംഗ് ജനറേഷൻ ഇൻ ദിസ് ഡിസ്പെൻസേഷൻ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പക്ഷേ ഒരു അവസാനത്തെ തലമുറയായിരിക്കാം നമ്മൾ. പ്രൈസ് ഗോഡ്. തമ്മിൽ ആരും ചേരാത്ത ഒരു കാലഘട്ടം.
വീട്ടിൽ മാതാപിതാക്കൾ പരസ്പരം ചേരാത്ത കാലഘട്ടം, മാതാപിതാക്കൾ മക്കളുമായി ചേരാത്ത കാലഘട്ടം, സഹോദരങ്ങൾ തമ്മിൽ ചേരാത്ത ഒരു കാലഘട്ടം, സഭയിൽ പരസ്പരം ചേരാൻ പറ്റാത്ത കാലഘട്ടം. ഹല്ലേലൂയ. അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ചേരാത്ത കാലഘട്ടം. ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ബിംബത്തെക്കുറിച്ചുള്ള കാഴ്ച പറയുന്നത്. അതാണ് പാദം പകുതി കളിമണ്ണ് കൊണ്ടും പകുതി ഇരുമ്പ് കൊണ്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ a stone that is not carved by human hand, മനുഷ്യന്റെ കൈ കൊണ്ട് വെട്ടിയെടുക്കാത്ത ഒരു കല്ല് വന്ന് ഇതിനെ അടിച്ച് തെറിപ്പിച്ച് ഇതിനെ നശിപ്പിച്ച് കളഞ്ഞ ശേഷം ആ വന്ന ഹല്ലേലൂയ കല്ല് ഒരു മഹാപർവ്വതമായി മാറ്റപ്പെടുന്ന അവസ്ഥ. പ്രൈസ് ഗോഡ്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കല്ല് ഒരുത്തന്റെ മേൽ വന്ന് വീണാൽ അത് അവനെ ധൂളിപ്പിക്കും, അവനെ നശിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇനി നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോവുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ എല്ലാവരും. ഹല്ലേലൂയ. കമോൺ കമോൺ, നല്ല ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കമോൺ കമോൺ, ഉച്ചത്തിൽ ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ്. തള്ളപ്പെടുക എന്നുള്ളത്, തിരസ്കരണം ജീവിതത്തിലെ ഏറ്റവും വേദനിക്കുന്ന തലമാണ്. അറ്റ് എനി ഏജ് ഇറ്റ് ഈസ് പെയിൻഫുൾ. ഏത് പ്രായത്തിലും തിരസ്കരണം എന്നുള്ളത് ജീവിതത്തിൽ വേദനിക്കുന്ന അനുഭവമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇഫ് യു കളക്റ്റീവ്ലി സ്റ്റഡി അബൌട്ട് those elects who were chosen by God irrespective of the testament, പഴയ പുതിയ നിയമ വ്യത്യാസമിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരുടെ ചരിത്രം 66 പുസ്തകങ്ങളുടനീളം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നല്ലൊരു പങ്കും ദൈവഭക്തന്മാരും തള്ളപ്പെടലിലൂടെ കടന്നുപോയവരാണ്. Either they were rejected by their own family members or rejected by their own surrounding. ചുറ്റുപാടുകളാൽ തിരസ്കരിക്കപ്പെട്ടവരോ, മാതാപിതാക്കളാൽ തിരസ്കരിക്കപ്പെട്ടവരോ, സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവരോ, അല്ലെങ്കിൽ ആ കുലത്തിൽ തിരസ്കരിക്കപ്പെട്ടവരോ, തറവാട്ടിൽ തിരസ്കരിക്കപ്പെട്ടവരോ, സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ടവരൊക്കെയാണ്. വേദപുസ്തകത്തിലുടനീളം നമ്മൾ അങ്ങനെ ഒരു ചരിത്രമാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്. ദൈവം തിരഞ്ഞെടുത്ത ഭക്തന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്താലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ ദൈവിക തിരഞ്ഞെടുപ്പ് നിമിത്തമായി നല്ലൊരു പങ്കും ലോകത്താൽ തള്ളപ്പെട്ടവരാ. കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തം സകലരും നിങ്ങളെ പഴിക്കും. കമോൺ, ഹല്ലേലൂയ. എന്റെ നിമിത്തം സകലരും നിങ്ങളെ പഴിക്കും. യാക്കോബ സഭയിലെ എൻ്റെ ബാല്യകാലത്തൊക്കെ പഠിച്ച ഒരു പാട്ടുണ്ട്, ആ പാടുന്നില്ല. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ച വിശുദ്ധന്മാര്. പ്രൈസ് ഗോഡ്. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ചു. ഒന്ന്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിമിത്തമായി തറവാടുകൾ നഷ്ടപ്പെട്ടവര്, കർത്താവിന്റെ നിമിത്തമായി പ്രൈസ് ഗോഡ് ലോകത്താൽ വെറുക്കപ്പെട്ടവര്, കർത്താവ് നിമിത്തമായി സഹോദര വർഗങ്ങളാൽ തള്ളപ്പെട്ടവര്, കർത്താവിന്റെ നിമിത്തമായി മാതാപിതാക്കളാൽ വെറുക്കപ്പെട്ടവര്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ച വിശുദ്ധന്മാര്. Come on, hallelujah, praise God, praise God, praise God. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം വരുന്ന ഒരു ഭാഗമാണത്. സ്തോത്രം. മടങ്ങി വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവര് ലോകത്താൽ തള്ളപ്പെട്ടവരായിരുന്നു. ലോകത്താൽ തള്ളപ്പെട്ടവരാ. ദൈവിക അംഗീകാരവും ലോകത്തിന്റെ അംഗീകാരവും ഒരുമിച്ചൊരിക്കലും പോകില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ പ്രൈസ് ഗോഡ് അതിന്റെ പിറകിൽ ഒരു രഹസ്യമുണ്ട്. മാത്രമല്ല, ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അത് എൻ്റെ നിമിത്തമാണ്. പ്രൈസ് ഗോഡ്. ലോകം നമ്മെ അംഗീകരിക്കുന്നെങ്കിൽ അതിലെന്തോ കാര്യമായി തകരാറുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളെ ആരും വെറുക്കുന്നില്ലെങ്കിൽ, അതായത് ഒരു പ്രശ്നമില്ലാതിരിക്കുന്നത് തന്നെ ഒരു പ്രശ്നമാണെന്നാണ്.
നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, ആരും നമ്മളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എവിടെ പോയാലും നമുക്ക് അംഗീകാരം കിട്ടുന്നു, ആരും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ പോലും സംഭവിക്കുന്ന മുഴുവൻ എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ആരും നമ്മളെ വെറുക്കുന്നില്ലെങ്കിൽ, എല്ലാ അർത്ഥത്തിലല്ല പറഞ്ഞ, പക്ഷേ സുവിശേഷ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അവിടെ എന്തോ കാര്യമായ തകരാറുണ്ട്. കർത്താവ് പറഞ്ഞ എൻ്റെ നിമിത്തം സകലരും നിങ്ങളെ പഴിക്കുന്നു. എല്ലാവരും നമ്മളെക്കുറിച്ച് മോശം പറയണമെന്നല്ല, പക്ഷേ നല്ലൊരു പങ്കും ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ അവഗണിക്കപ്പെടും കർത്താവിൻ്റെ നിമിത്തമായി. ഒരു പക്ഷേ മറ്റുള്ളവരാൽ നമ്മൾ തുച്ഛീകരിക്കപ്പെടാറുണ്ട്. ജീവിതത്തിൽ ചിലർ നമ്മളെ വില കുറച്ച് കാണാറുണ്ട്. ഒരു പക്ഷേ മുഖസ്തുതികൾ പലതും നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും മാറിയിരുന്ന് പലരും നമ്മെക്കുറിച്ച് വളരെ വില കുറഞ്ഞ് നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അത് കർത്താവിൻ്റെ നിമിത്തമാണ്. പ്രൈസ് ഗോഡ്. ഇനി കർത്താവിൻ്റെ നിമിത്തമായി തിരസ്കരണം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, തിരസ്കരണം ഒരു വശത്ത് നമ്മൾ അനുഭവിക്കുമ്പോൾ പോലും മറുവശത്ത് നമ്മൾ ഒരിക്കലും അതിൻ്റെ ഇരകളായി ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതിന് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, God does not want us to live as a victim of rejection. He wants us to live as victors over rejection. നമ്മൾ ഒരിക്കലും തിരസ്കരണത്തിൻ്റെ ഇരകളായി ജീവിക്കാനല്ല, തിരസ്കരണത്തിന് മുകളിൽ ജയാളികളായി ജീവിക്കേണ്ടവരാണ്. അതിൻ്റെ അർത്ഥം പ്രതിസന്ധിയോടുള്ള അല്ലെങ്കിൽ തിരസ്കരണം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ, ഈ വേദപുസ്തക ഭാഷ്യത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് തലത്തിലാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നദിയിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല. ഹലോ, നിങ്ങൾ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചാണ് എല്ലാവരും. പ്രൈസ് ഗോഡ്. അതായത് മൂന്ന് വ്യത്യസ്ത, 3 distinct levels or 3 major distinct level of challenges in the Christian life. ക്രിസ്തീയ ജീവിതത്തിലെ 3 വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഒന്ന്, പാസിംഗ് ത്രൂ ദ വാട്ടേഴ്സ്. 2, പാസിംഗ് ത്രൂ ദ റിവേഴ്സ്. 3, പാസിംഗ് ത്രൂ ദ ഫയർ. വെള്ളത്തിൽ കൂടി കടക്കുക, നദിയിൽ കൂടി കടക്കുക, തീയിൽ കൂടി കടക്കുക. മൂന്നും ഒന്നല്ല, മൂന്നും വ്യത്യസ്തമായ അനുഭവമാണ്. വെള്ളത്തിൽ കൂടി കടക്കുക എന്ന് പറയുമ്പോൾ it is a symbolic of ordinary challenges that we all go through in our personal life. നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായി എല്ലാവരും കടന്നു പോകുന്ന ഒരു മേഖലയാണ് സാധാരണ പൊതുവായിട്ടുള്ള പ്രതിസന്ധികൾ. ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകും. കാരണം അവർക്കും ഇതേ അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാനും സഹായിപ്പാനും ഒക്കെ, പരസ്പരം സഹായിപ്പാനൊക്കെ ആളുകളുണ്ടാകും. ബട്ട് ദർ ഇസ് എ സെക്കൻഡ് ലെവൽ ഓഫ് ചലഞ്ച്. രണ്ടാമത്തെ ഒരു തലമുണ്ട് വെല്ലുവിളിയുടെ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പാസിംഗ് ത്രൂ ദ റിവേഴ്സ്. അത് നദിയിലൂടെ കടക്കുക എന്നുള്ളതാണ്. നദിയുടെ പ്രത്യേകത എന്നുള്ളത് ഒത്തിരി അടിയൊഴുക്കും മേലൊഴുക്കും ഉള്ളതാണ്. ചിലപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ശാന്തമായിരിക്കും, അടിയിൽ ഒഴുക്ക് ഭയങ്കരമായിരിക്കും. ചിലത് അടിയിലല്ലായിരിക്കും, മുകളിലായിരിക്കും. ഒന്നും മാറുമ്പോഴായിരിക്കും അടുത്തത് വരിക. അടിയൊഴുക്കിൽ കാലൊന്ന് നേരെ നിർത്താൻ നോക്കുമ്പോഴായിരിക്കും അടുത്തത് തലയുടെ മുകളിൽ വേറൊരു മേലൊഴുക്ക് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ കൂടിയ തരം പ്രതിസന്ധികളാണ്. എല്ലാവരും ഈ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആദ്യത്തെ പ്രശ്നത്തിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും രണ്ടാമത്തെ പ്രശ്നത്തിൽ ഉണ്ടാകണമെന്നില്ല. കാരണം അതുമായി ശീലിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയാവൂ എന്നതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട ചുരുക്കം ചിലർ മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെ നദിക്ക് സമാനമായ പ്രശ്നത്തിലൂടെ അഭ്യസിച്ച് തെളിഞ്ഞവർ മാത്രമേ നമ്മെ കാണുകയോ വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുള്ളൂ. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവത്തെ ഓർത്ത് നമ്മളെ തള്ളിക്കളഞ്ഞവരെ ഓർത്ത് അവരെക്കുറിച്ച് തെറ്റായി ചിത്രീകരിക്കാനല്ല ഞാൻ ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വരുന്നത്. പ്രൈസ് ഗോഡ്. മൂന്നാമത്തേത് പാസിംഗ് ത്രൂ ദ ഫയർ. മൂന്നാമത്തേത് തീയിൽ കൂടെ കടക്കുക എന്നുള്ളതാണ്. എത്ര പേര് നിങ്ങൾ ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതിലൂടെ അല്പമൊക്കെ കടന്നു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രൈസ് ഗോഡ്. അതായത് തീയിൽ കൂടെ കടന്നു പോവുക എന്നുള്ളത് തീർത്തും അസാധ്യമെന്ന് തോന്നുന്ന ഒരു മേഖലയാണ്. ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നത്. കാരണം എന്താ?
ആർക്കും അടുത്തു വരാൻ പറ്റാത്ത മേഖലയാണ് അഗ്നിശോധന എന്നുള്ളത്. ഇറ്റ് ഈസ് എ പ്ലേസ് വെർ നോ വൺ ക്യാൻ കം ക്ലോസ് ടു യു ആൻഡ് യു വിൽ ഫൈൻഡ് മെജോറിറ്റി ഓഫ് യുവർ people who will stay either distance or avoiding you. ഒന്നുകിൽ നല്ലൊരു ശതമാനം പേരും ദൂരെ നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മെ ഒഴിഞ്ഞു മാറിപ്പോകുകയോ ചെയ്യുന്ന കാണാൻ സാധിക്കും. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കാറുള്ളത്. പക്ഷെ ഒരു ദൈവ പൈതൽ അതിനെ കണക്കാക്കേണ്ടത് അങ്ങനെയല്ല. ദൈവം അവർ നമ്മിൽ നിന്ന് മാറിപ്പോയി എന്നല്ല, അവരിൽ നിന്ന് ദൈവം നമ്മെ മാറ്റി എന്നുള്ളതാണ്. അഗ്നിശോധനയുടെ പ്രത്യേകത എന്നുള്ളത് ആർക്കും അടുത്തു വരാൻ പറ്റില്ല. Even if they want to come closer, yet they know that they will be also affected. ഈ തീയിലേക്ക് വരുമ്പോൾ അടുത്തു വരുന്നവർക്കും അത് നിമിത്തമായി പൊള്ളലുണ്ടാകും. അതുകൊണ്ട് അവർ ദൂരെ നിൽക്കും. ആർക്കും അടുത്തു വരാൻ പറ്റില്ല. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ there are times in the life where you will have to stand all alone. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയങ്ങളുണ്ട്. എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നില്ല. എപ്പോഴും എല്ലാവരും ഇന്നുള്ള എല്ലാവരും നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാവരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഇന്നുള്ള പലരും നാളെ ഉണ്ടാകണമെന്ന് അവരെ വെറുത്തു എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ചില പാന്താവുകളുണ്ട്. ഒറ്റയ്ക്ക് നിൽപ്പാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന സമയമുണ്ട്. നമ്മൾ ചായുന്ന പല മതിലും കർത്താവ് പൊളിക്കുന്നതിൻ്റെ കാരണം ചായാൻ കർത്താവിൻ്റെ കരങ്ങൾ നമ്മൾ കാണേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവഭക്തന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നോഹ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, അബ്രഹാം ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, യാക്കോബ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, യോസഫ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, മോശ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, ദാവീദ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, ശമൂവേൽ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചാൽ നല്ലൊരു പങ്കും ഒറ്റയ്ക്ക് നിന്നവരായിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒറ്റയ്ക്ക് നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പത്രോസ്ലീഹ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, യാക്കോബ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, സ്തെഫാനോസ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, പൗലോസ്ലീഹ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റയ്ക്ക് നിന്ന ഒറ്റപ്പെട്ട സമയമുണ്ടായിരുന്നു. അപ്പൊ ജീവിതത്തിലെല്ലാം ഒറ്റപ്പെടലുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവ് പോലും ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ ഒറ്റയ്ക്ക് നിന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളങ്ങ് മൊത്തത്തിലങ്ങ് ഒറ്റപ്പെട്ടു എന്നല്ല. സങ്കീർത്തനം 23 നമുക്കെല്ലാം മനഃപ്പാഠമായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ് കൂരിരുൾ താഴ്വര എന്നുള്ളത്. പ്രൈസ് ഗോഡ്. അതായത് even though I walk through the valley of the shadow of death, മരണ നിഴലിൻ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതായത് കൂരിരുട്ടെന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ കൂരിരുട്ടെന്നുള്ളത് നമ്മൾ ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ എപ്പോഴും പൈശാചികമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ചില ഇരുട്ട് എന്നുള്ളത് കർത്താവ് നമ്മെ മാറ്റിക്കൊണ്ടുപോകുന്ന മേഖല. ഞാൻ അതിലേക്ക് ഒന്ന് അല്പസമയം ഒന്ന് നിങ്ങളെ കൊണ്ടുപോകട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാം കൂടെയുണ്ടല്ലോ അല്ലേ? കം ഓൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. 2-3 ഹല്ലേലൂയൊക്കെ കർത്താവിന് കൊടുത്ത് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ കാണുന്നത് even though I walk through the valley of the shadow of death, മരണ നിഴലിൻ താഴ്വര, കൂരിരുൾ താഴ്വര. വേദപുസ്തകത്തിൽ കൂരിരുട്ട് എന്നതിന് ഒത്തിരി അർത്ഥമുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൂരിരുട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കൂരിരുട്ടും ദൈവത്താൽ അല്ലെങ്കിൽ കൂരിരുട്ട് ദൈവഭക്തന്റെ ജീവിതത്തിൽ കൈവിടപ്പെടലല്ല. ഹലോ, കൈവിടപ്പെടലല്ല. കൂരിരുട്ടെന്നുള്ളത് എല്ലാം പിശാച് നമ്മളെ പൊതിഞ്ഞ് അർത്ഥം ചിത്രീകരിക്കേണ്ട കാര്യമില്ല. എല്ലാം അന്ധകാരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെപ്പോഴും ദുർചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. എല്ലാം അങ്ങനെ, ചിലത് അങ്ങനെയാണെങ്കിലും ചിലതിൻ്റെ പിറകിൽ ദൈവിക ഉദ്ദേശമുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിലേക്ക് പോകണം. 2-ാമത്തെ വാക്യം 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 2. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുന്നത് there was darkness upon the deep of the waters. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെ പറയുകയാണ് the spirit of the Lord was hovering upon it. ഈ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ
പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ അവസാനിക്കുന്നില്ല, പിന്നെ പുതിയൊരു പിറവി ആരംഭിക്കുകയാണ്. എന്താണ്? ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ, 3-ാമത്തെ വാക്യം. പക്ഷേ അതിന് തൊട്ട് മുന്നേ പുതിയൊരധ്യായം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിന് മുന്നമേ ഭൂമി മുഴുവനും ഇരുട്ടിനാൽ വലയം ചെയ്യപ്പെട്ട ഒരു മേഖലയുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പിന്നെ എല്ലാ ജീവിതകാലം മുഴുവൻ ഇരുട്ടെന്നല്ല. എപ്പോഴെല്ലാം ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പുതിയൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിന് തൊട്ടു മുന്നമേ ഒരു ഇരുട്ടിന്റെ പാന്താവുണ്ട്. ഹലോ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. പക്ഷേ ഇരുളുണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്താൽ കൈവിടപ്പെട്ടു എന്നല്ല. ബട്ട് ദ ബൈബിൾ സേസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് ഹവറിംഗ് അപ്പോൺ ഇറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സോ ഡാർക്ക്നെസ് ഡസ് നോട്ട് മീൻ ബീങ് ഫോർഗോട്ടൺ ബൈ ഗോഡ്. ഡാർക്ക്നെസ് ഡസ് നോട്ട് മീൻ ദി ആബ്സെൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ഇരുട്ടെന്നുള്ളത് ദൈവത്തിൻ്റെ അസാന്നിധ്യത്തെ കാണിക്കുന്നതല്ല, ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി അതിൽ വെളിപ്പെടാൻ പോകുകയാണ്. If you are experiencing the state of darkness in the life, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഇരുട്ടിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്നില്ല, അതിന്റെ അർത്ഥം somewhere there is going to be a new chapter to be opened up. ജീവിതത്തിൽ എവിടെയോ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ഒരു ഇരുട്ടിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് മിസ്രൈമിലെ ജീവിതം എന്നാണ്. ഹലോ, മിസ്രൈമിലെ ജീവിതത്തെ കുറിച്ചാണ്. കൂടിയുണ്ടല്ലോ അല്ലേ? പ്രൈസ് ഗോഡ്. ഞാൻ അടുത്തൊരു പാട്ട് പാടാം, അപ്പോൾ ഒന്ന് മാറണേ പ്ലീസ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് റിമെയിൻ സീറ്റഡ്. അതായത് മിസ്രൈമിയ ജനത്തിന് ഒരു ഇരുട്ടിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അവർ നിലവിളിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവരെല്ലാം അവസാനിച്ചു എന്നല്ല. ഫറവോൻ വിചാരിച്ചു ഇനി ഇവർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ടില്ല. ഫറവോൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇതിനപ്പുറത്തേക്ക് ജനത്തിന് പുതിയൊരു വഴിത്തിരിവുണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ ഇരുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദി എൻഡ്. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഡിസ്പെൻസേഷൻ. പുതിയൊരു യുഗത്തിൻ്റെ ആരംഭമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് 105-ാം സങ്കീർത്തനത്തിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. എന്നിട്ട് പറയുകയാണ്, അവരുടെ കൂടാരങ്ങളിൽ, അവരുടെ ഗോത്രങ്ങളിൽ ഒരൊറ്റ ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനത്തിന് മിസ്രൈമിലെ ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവറയുണ്ടായിരുന്നു, ബന്ധനമുണ്ടായിരുന്നു, ബദ്ധന്മാരുണ്ടായിരുന്നു, കാരാഗ്രഹസ്ഥന്മാരുണ്ടായിരുന്നു, പീഡനമുണ്ടായിരുന്നു, അടിമത്തമുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും എബ്രായ ജനം മുഴുവനും തളയ്ക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇവിടെ തിരുവെഴുത്ത് പറയാം, വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഭാഗമാണ് 105:37. അവരുടെ കൂടാരങ്ങളിൽ ഒറ്റ ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മിപ്പിക്കുന്നത് പെസഹ അനന്തരം അവരുടെ സംഭവിച്ച കാര്യമാണ്. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് മോശയ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈവൻ മോസസ് വാസ് എ റിജക്റ്റഡ് പേഴ്സൺ ബൈ ഹിസ് ഓൺ പീപ്പിൾ. സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മോശ. ഹലോ. എന്നാൽ ആ മോശയെ തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം നിയോഗിച്ചയക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരെ വിടുവിപ്പാൻ ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഒരു ദൗത്യം ദൈവം അല്ലെങ്കിൽ ആ ദൗത്യത്തിലേക്ക് മോശ എത്തിപ്പെടുന്നത് സ്വന്തം ജനത്താലുള്ള തള്ളപ്പെടലായിരുന്നു. ആരുടെ ജീവിതത്തിൽ എവിടെയൊക്കെ തള്ളപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പിൻകാലത്ത് മൂലക്കല്ലായി തീർന്ന ചരിത്രമാണ്. അത് വാശി കൊണ്ടോ വൈരാഗ്യം കൊണ്ടല്ല, പ്രതികാര ചിന്തയിലല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 113-ാം സങ്കീർത്തനം. അവൻ എളിയവനെ പൊടിയിൽ, ദരിദ്രനെ കുപ്പയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. കുപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുപ്പയിൽ കിടക്കുന്നതെല്ലാം ഒഴിവാക്കപ്പെട്ടതാണ്.
തള്ളപ്പെട്ടതാണ്, വേസ്റ്റായി എണ്ണപ്പെട്ടതാണ്. ഹലോ, കം ഓൺ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. He raises the poor out of the dust and lift up the needy out of the dungeon, out of the garbage. എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊട്ടയിൽ നിന്നും അവൻ ദരിദ്രനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കപ്പെട്ടവരാണ് അവർ, തള്ളപ്പെട്ടവരാണ്. ആ ഒരു ഭാഗം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒത്തിരി പേരുടെ ചിത്രമുണ്ട്. നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളും എവിടെയെങ്കിലും ഒരു വേസ്റ്റ് കൊട്ടയിൽ ലോകത്തിൻ്റെ തെരുവിൽ എറിയപ്പെടേണ്ടവരായിരുന്നു. കൃപയാൽ, കർത്താവിൻ്റെ കൃപയിൽ വന്ന് വീഴാൻ, ഈ മൂലക്കലിമേൽ വന്ന് വീഴാൻ ഭാഗ്യം സിദ്ധിച്ചവരാ നമ്മൾ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ മോശയെ സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ട മോശ പിൻകാലത്ത് he became a cornerstone to his own people. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ മൂലക്കല്ലായി, വീണ്ടെടുപ്പുകാരനായി ദൈവം മോശയെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാലചക്രത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. അത് അല്പകാലമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട്. ഹിയർ ആഫ്റ്റർ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ സീസൺ ഓഫ് ദി ഓർഡർ ഓഫ് the order of the season. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാലഘട്ടം, ചക്രവാളത്തെ ഒന്ന് മാറ്റാൻ പോകുക. വാട്ട് വാസ് ദ ചേഞ്ച് ഓഫ് ദി ഓർഡർ? നിങ്ങളുടെ കലണ്ടർ ഞാൻ മാറ്റാൻ പോവുകയാണ്. അന്നുവരെ 400ഓളം വർഷങ്ങളായി ഇവർ ജീവിച്ചു വന്നത് മിസ്രൈമിയ കലണ്ടറിനനുസരിച്ചായിരുന്നു. വി ആർ ഓൾ ഫെമിലി വിത്ത് ദ കലണ്ടർ. നമ്മൾ ഡെയിലി നോക്കുന്നത് ആ കലണ്ടർ. ഹലോ, ഒരു ദൈവഭജനെ സംബന്ധിച്ച് ഓരോ ദിവസം കലണ്ടർ നോക്കുമ്പോഴും കർത്താവിൻ്റെ വർഷം. പ്രൈസ് ഗോഡ്. മിസ്രൈമിൽ പാർത്തിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കലണ്ടർ അന്നുവരെ മിസ്രൈമിയ ഓർഡറിലായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഈ കലണ്ടറിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇനി ഈ മാസം നിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ 1ാമത്തെ മാസമായിരിക്കും. അത് മിസ്രൈമിയ ഓർഡറിൽ 4-5 മാസങ്ങൾക്കിടയിൽ വരുന്നത് ഇനി നിങ്ങൾക്ക് 1ാം മാസം. കാരണം ഇതൊരു വിടുതലിൻ്റെ മാസമാണ്. പിന്നെ ദൈവം പറഞ്ഞു, ആ മാസം 10ാം തീയതി നിങ്ങളൊരു ആട്ടുംകുട്ടിയെ തിരഞ്ഞെടുക്കണം. The 10th day shall be the lamb selection day. 14ാം തീയതി വരെ ആടിനെ സൂക്ഷിക്കണം. വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ആ 10 തൊട്ട് 14 വരെയുള്ള സമയങ്ങൾ ലാംസ് ഇൻസ്പെക്ഷൻ ഡേയ്സ് ആണ്. ഈ ആട്ടുംകുട്ടിയെ മുഴുവനും ഇസ്രായേൽ ഗോത്രത്തിലെ മൂപ്പന്മാർ പോയി ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. ഇത് 1 വയസ്സ് പ്രായമുള്ളതാണ്, ഊനമില്ലാത്തതാണ്, ആണാണെന്ന് സർട്ടിഫൈ ചെയ്യണം. 14ാം തീയതി സന്ധ്യയാകുമ്പോൾ ഈ ആട്ടുംകുട്ടിയെ അറുക്കണം. അതിൻ്റെ രക്തമെടുത്ത് കട്ടിലക്കാൽ 2ന്മേലും കുറുമ്പടിമേലും തളിക്കണം. അന്ന് രാത്രി ഞാൻ മിസ്രൈമിയ പാളയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. 9 ബാധകൾ മുഴുവനും മോശയുടെ കരത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ 10ാമത്തത് കർത്താവ് നേരിട്ടിറങ്ങി വരികയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, അർദ്ധരാത്രി ഞാൻ മിസ്രൈമിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ ഈ ഒരടയാളം നിങ്ങൾക്കും മിസ്രൈമിക്കും ഇടയിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും. കാരണം എന്താ? ആട്ടുംകുട്ടി അറുത്ത ശേഷം അതിൻ്റെ രക്തമെടുത്ത് കട്ടിലക്കാൽ 2ന്മേലും കുറുമ്പടിമേലും തളിക്കണം. അന്ന് രാത്രി ഞാൻ മിസ്രൈമിയ ദേശത്തുകൂടെ സഞ്ചരിക്കും. ഏതൊക്കെ ഭവനത്തിൽ ഇത് അടയാളമായിട്ടുണ്ടോ അതെല്ലാം ഒഴിഞ്ഞു മാറും. പക്ഷെ എവിടെയൊക്കെ ഈ അടയാളമില്ലയോ ആ ഭവനങ്ങളിലെ ആദ്യ കടിഞ്ഞൂലുകൾ, അത് മനുഷ്യൻ്റെ മാത്രമല്ല സകല മൃഗങ്ങളുടെയും സകല കടിഞ്ഞൂലുകളൊക്കെയും സംഹരിക്കപ്പെടും. എന്നാൽ ഈ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മറുവശത്ത് അനേക എബ്രായർ മിസ്രൈമ്യ തടവറയിൽ കിടക്കുകയാണ്. അനേക എബ്രായർ ബദ്ധന്മാരായി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അനേകര് തങ്ങളുടെ രോഗശയ്യയിൽ കിടക്കുകയാണ്. അനേക എബ്രായർ കട്ടിലിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, തടവറയിൽ കിടക്കുന്നവരുണ്ട്, ബദ്ധന്മാരുണ്ട്. പക്ഷേ പെസഹായുടെ ആട്ടുംകുട്ടി അറുക്കപ്പെട്ട അന്ന് രാത്രി ദൈവം മിസ്രൈമിലുള്ള എബ്രായരുടെ കൂടാരങ്ങളിൽ ഒരു കൂട്ട സൗഖ്യമയക്കുകയാണ്. അതാണ് 37ാമത്തെ വാക്യം പറയുന്നത്, അവരുടെ ഗോത്രങ്ങളിൽ ഒരൊറ്റ ബലഹീനനുമുണ്ടായിരുന്നില്ല. There was a massive deliverance, massive healing sent by God among the houses of Israelites in the land of Egypt. മിസ്രൈമിലെ എബ്രായരുടെ കൂടാരങ്ങളിൽ ദൈവം ഒരു കൂട്ട സൗഖ്യം അയച്ചു.
തടവറയിൽ കിടന്ന ബദ്ധന്മാരുടെ കൈകാലുകളെ ചങ്ങലകൾ അന്ന് രാത്രി അഴിഞ്ഞു വീണു. തടവറയിൽ കിടന്ന ബദ്ധന്മാർ അന്ന് രാത്രി സ്വതന്ത്രരായി. ഒരേ തടവറയിൽ കിടന്ന, പ്രൈസ് ഗോഡ്, മിസ്രൈമിലെ കടിഞ്ഞൂലുകൾ തടവറയിൽ മരിച്ചു വീഴുമ്പോൾ മറുവശത്ത് അതേ തടവറയിലെ എബ്രായന്റെ കൈകാലുകളെ ചങ്ങലകൾ പൊട്ടി മാറുകയായിരുന്നു. കിടക്കമേൽ കിടന്നവർ അന്ന് രാത്രി ചാടി എഴുന്നേറ്റു. അന്ന് രാത്രി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നടക്കാത്ത, അന്നുവരെ കാണാത്ത ഭയങ്കര ദൈവത്തിന്റെ പ്രവൃത്തി അന്ന് രാത്രി മിസ്രൈമിൽ സംഭവിക്കുകയാണ്. അങ്ങനെ അവരെ ദൈവം പുറപ്പെടുവിച്ചപ്പോൾ യുദ്ധസന്നദ്ധരായി അവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they came out of Egypt in the order of the marshal of the army. Praise God. യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഒരൊറ്റ ബലഹീനനും അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് സംഭവിക്കുന്നത് തൊട്ടു മുന്നമേ അവർ കടന്നുപോയ ഒരു ഇരുട്ടിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഇരുട്ടിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇരുട്ടൊരിക്കലും അവസാനമായി കാണരുത്. അതിനപ്പുറത്ത് പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും he himself had gone through that darkest hours. തൻ്റെ ജീവിതത്തിലും ഇരുട്ടിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ മറ്റൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ മുന്നോട്ട് ഓടി വരട്ടെ. പ്രൈസ് ഗോഡ്. സമയത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് തിരുവഴുത്തിയിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ മറ്റൊരു വ്യക്തിത്വമാണ്, തിരസ്കരണത്തിനിരയായ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് യോസഫ്. 105-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം, നമ്മൾ 17, 18, 19 വാക്യങ്ങൾ, സാംസ് നമ്പർ 105 വേഴ്സസ് 17 through 19. 105-ാം സങ്കീർത്തനം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായി വിറ്റു. യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും, അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അടുത്തത്, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. പ്രൈസ് ഗോഡ്. യോസഫിന്റെ ജീവിതത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം തിരസ്കരണത്തോടുള്ള ബന്ധത്തിലായിരുന്നു. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, അവിടെ 17-ാമത്തെ വാക്യത്തെ 2ആയി നമുക്ക് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ദൈവിക പ്രവൃത്തിയാണ്, രണ്ടാമത്തേത് ദൈവിക പ്രവൃത്തിയെ നമ്മൾ കാണുന്ന മാനുഷികമായ വീക്ഷണമാണ്. ആ 17-ാമത്തെ വാക്യത്തെ 2ആയി ഒന്ന് വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഭാഗം പറയുന്നത് he sent a man ahead of them. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. ഹലോ, യോസഫിനെ മാനുഷിക വീക്ഷണത്തിൽ പറഞ്ഞ് അയക്കുകയായിരുന്നു. അപ്പൻ അയച്ചത് സഹോദരന്മാരുടെ അടുക്കലേക്കായിരുന്നു. പക്ഷെ അവിടെ നിന്ന് സഹോദരന്മാർ അവനെ ഉപദ്രവിക്കുകയും വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവനെ പൊട്ടക്കുഴിയിലിട്ട് അവസാനം 20 വെള്ളിക്കാശിന് വിറ്റുകളയും ചെയ്തപ്പോൾ, അവിടെ നിന്ന് അവനെ പിന്നെ അന്യദേശത്ത് കൊണ്ടുവന്ന് മിസ്രൈമിൽ കൊണ്ടുപോയി അടിമയായിട്ട് വിറ്റപ്പോൾ, അതിനപ്പുറത്ത് പോത്തിഫറിന്റെ ഭവനത്തിൽ വന്ന് വീണപ്പോൾ, അവിടെ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റാരോപിതനായി തടവറയിൽ അനേക വർഷങ്ങൾ താൻ എറിയപ്പെട്ടപ്പോൾ, അതെല്ലാം ദൈവത്തിൻ്റെ അയക്കപ്പെടലിൻ്റെ ഭാഗമായിരുന്നു. ഹലോ, പ്രൈസ് ഗാഡ്. അതാണ് അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. നമുക്ക് വേണമെങ്കിൽ യോസഫ് കടന്നുപോയ യാതനയും വ്യതയും ഒക്കെ നമുക്ക് അതിനെ സെന്റിമെന്റലായിട്ട് സമ്മിശ്രമായി നമുക്ക് അതിനെ ചിത്രീകരിക്കാൻ സാധിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ഭാഷ്യത്തിൽ താൻ അവനെ അയക്കുകയായിരുന്നു. അതായത് there is a complete difference between God sending and man sending. ദൈവം അയക്കുന്നതും മനുഷ്യൻ അയക്കുന്നതും തമ്മിൽ ഒന്നല്ല. ഇപ്പം നമ്മളൊരാളെ ഒരു സ്ഥലത്തേക്ക് വേലയ്ക്ക് അയക്കുകയാണെങ്കിൽ കുറഞ്ഞത് 2-3 മാസം പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അയക്കുക. അതിനൊരു സെൻഡ് ഓഫ് ഒക്കെ വയ്ക്കും, അല്ലേ? അതിന് നമ്മൾ പറയുന്ന പേരാ സെൻഡ് ഓഫ് എന്നൊക്കെ വയ്ക്കും. അതിന് പ്രത്യേക കരുതലൊക്കെ നമ്മൾ നടത്തും. അത്യാവശ്യം ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അവിടെ ചെന്നതിന് ശേഷം ഒരു 2-3 മാസം പിടിച്ചു നിൽക്കാനുള്ള കാര്യാദികളുമൊക്കെ ആയിട്ടാണ് നമ്മൾ അയക്കുന്നത്. പക്ഷെ ദൈവം ഒരാളെ അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയാത്തന്നെ വെള്ളത്തിൽ എറിഞ്ഞിടുന്നത് പോലെയാണ്. Come on. ഹല്ലേലൂയ. അതാണ്
സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന, യുദ്ധത്തിനായി അവൻ്റെ കൈകളെയും പോരിനായി അവൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവം. Come on, praise God, praise God, praise God. ഒത്തിരി കാര്യങ്ങൾ തിരുവഴുത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരെങ്കിലും ഞാനൊന്ന് എല്ലാം ഒന്ന് ഓർഡറായിട്ട് പിടിച്ചു നിർത്തുക. പ്രൈസ് ഗോഡ്. ദൈവം അയക്കുന്നത് മനുഷ്യന് ശീലമില്ലാത്ത രീതിയിലാണ്. ദൈവം അയക്കുന്നത് മനുഷ്യൻ പരിശീലിക്കാത്ത കാര്യവുമായിട്ടാണ്. ദൈവം അയക്കുന്നത് മനുഷ്യന് പരിചയമില്ലാത്ത സ്ഥലത്താണ്. നമ്മളൊരു പക്ഷേ നമ്മളിങ്ങനെ മനസ്സിലൊക്കെ ചിന്തിക്കുന്ന പലതും ഉണ്ടായിരിക്കാം, പക്ഷെ കർത്താവ് കൊണ്ടെത്തിക്കുന്നത് മറ്റൊരിടത്തായിരിക്കും. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ അതിൻ്റെ അന്തിമ വിധി ദൈവത്തിൻ്റെതാണ്. മാൻ പ്രപ്പോസസ് ബട്ട് ഗാഡ് ഡിസ്പോസസ്. സംടൈം മാൻസ് പ്രപ്പോസൽ ക്യാൻ ബി ഈവൻ ഡിസ്മിസ്ഡ് ബൈ ഗാഡ്. ദൈവം ചിലപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന പല പദ്ധതികളെയും ദൈവം ചിലപ്പോൾ തള്ളിക്കളയാറുണ്ട്. ദൈവം അംഗീകരിക്കണമെന്നില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഇത്രയും ഒരു 10-17 വർഷത്തെ ഒരു വാണ്ടറിങ്, ഒരു ഉഴച്ചൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ ഒരാളെ അയക്കുകയായിരുന്നു. ഹലോ, എവിടെയൊക്കെ ദൈവിക ഉദ്ദേശങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു പ്രത്യേക സംഭവം നമ്മൾ കാണുന്നുണ്ട്. ബീയിങ് സെൻറ്റ് ബൈ ഗാഡ്. ദൈവത്താൽ അയക്കപ്പെടുക, ദൈവത്താൽ അയക്കപ്പെടുക. പ്രൈസ് ഗാഡ്. കം ഓൺ, ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു മേലിവിലാസം പോലും ഇല്ലാതെ ചിലർ ദൈവം അയച്ചിട്ടുണ്ട്. അഡ്രസ്സ് കൊടുക്കാതെ ദൈവം അയച്ച ചരിത്രം തിരുവഴുത്തിൽ കാണുന്നുണ്ട്. ഡീറ്റെയിൽസ് പറയാതെ ദൈവം അയച്ചിട്ടുണ്ട്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, they wandered in the wilderness in a wasteland and desolate way and they found no city to dwell. അവരെ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്ന് നടന്നു. 107-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. സോറി ഫോർ സോ മെനി റെഫറൻസസ്. ഐ ലവ് ദ ബൈബിൾ. ഓക്കെ, അവർ മരുഭൂമിയിൽ, എന്നിട്ടൊരു ക്ലോസ് ആണ്. മലയാളത്തിൽ അതിൻ്റെ എന്താ പറയുക, ആ കോൺജുഗേഷൻസ് ഒന്നുമില്ല, കുത്തും കോമയൊന്നും ഇല്ല അതിനകത്ത്. അവർ മരുഭൂമിയിൽ, എന്നിട്ടൊരു ക്ലോസ് ആണ്, ജനസഞ്ചാരമില്ലാത്ത വഴി. അത് ക്ലോസിലിട്ടിരിക്കുക. അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്നു എന്നാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു പദപ്രയോഗം എക്സ്ക്ലൂസീവ് ആയിട്ടിരിക്കുകയാണ്. ഇൻ എ വേസ്റ്റ് ലാൻഡ്, ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. ദൈവം ജനത്തെ പുറപ്പെടുവിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും ദൈവം വെളിപ്പെടുത്തിയില്ല, ഡെസ്റ്റിനി ദൈവം വെളിപ്പെടുത്തി. തേനും പാലും ഒഴുകുന്ന ദേശത്തേക്കെന്ന് കർത്താവ് പറഞ്ഞത്. പക്ഷേ എത്ര കാലം വേണ്ടി വരുമെന്നോ, ഏതൊക്കെ വഴിയിലൂടെ ആയിരിക്കുമെന്നോ, ചെങ്കടലുണ്ടാകുമെന്നോ, യോർദാൻ ഉണ്ടാകുമെന്നോ, മരുഭൂമി ഉണ്ടാകുമെന്നോ ഒരു വിശദാംശവും ദൈവം കൊടുത്തില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ ഒറ്റ ഇസ്രയേലിനും മിസ്രൈമിൽ നിന്നും പുറത്തിറങ്ങില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പലതും ദൈവം ഒരു 5 വർഷം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും പലരും ഇവിടെ കാണില്ലായിരുന്നു. അടുത്ത 5 വർഷത്തിനും അപ്പുറത്തേക്ക് നമ്മൾ നേരിടാൻ പോകുന്ന സാധ്യതയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കർത്താവ് ഇന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ റീറൂട്ട് ചെയ്യാൻ തുടങ്ങും. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ അതുകൊണ്ടാണ് ദൈവം പലതും വെളിപ്പെടുത്താത്തത്. ഹലോ, എന്നിട്ട് വഴി തെറ്റി പോകാതിരിപ്പാൻ, വഴി വിട്ടു പോകാതിരിപ്പാൻ, ഹല്ലേലൂയ, മുൻപും പിൻപും ദൈവം അടയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കം ഓൺ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ ഭാഗ്യമോർത്താൽ എൻ്റെ മനസ്സം മോദത്താൽ പൊങ്ങിടുന്നേ പ്രിയ, നിന്നോടു ചേർന്നിടുവാൻ. എൻ്റെ ഭാഗ്യമോർത്താൽ എൻ്റെ മനസ്സം മോദത്താൽ പൊങ്ങിടുന്നേ പ്രിയ, നിന്നോടു ചേർന്നിടുവാൻ. കണ്കൾ കൊതിച്ചിടുന്നേ പാദരെ കണ്ടു ഞാനും രൂപനായി നിത്യവും വാണിടുവാൻ. കണ്കൾ
കൊതിച്ചിടുന്നേ കാന്തനെ കണ്ടു ഞാനും നിന്നനുരൂപനായി നിത്യവും വാണിടുവാൻ പ്രത്യാശ ഏറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. Praise the Lord. Hallelujah. Come on. Can you take G major? Hallelujah. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനായി കാഞ്ഞുകൊണ്ട് ോടിടുന്നേ പാരിൽ പലവിധമ പാടുകൾ ഏറിടുമ്പോൾ പാദം പതറിടാതെ പാതയിൽ ഓടിടും പാരിൽ പലവിധമ പാടുകൾ ഏറിടുമ്പോൾ പാദം പതറിടാതെ പാതയിൽ ഓടിടും പ്രത്യാശ ഏറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിർത്തല്ലേ ഞാൻ പറഞ്ഞു നിർത്താവോ? ഹല്ലേലൂയ. കമോൺ എല്ലാവരും വായികളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവരും ആരും നിർത്തല്ലേ, കരങ്ങളടിച്ച് എല്ലാവരും കരടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah, we worship you, Lord. Hallelujah. Thank you, Jesus. Hallelujah. അനുജനാ ഭൂവിൽ വന്നവനെ എന്റെ വേദനകൾ ഏറ്റം മാറിഞ്ഞവനെ മനുജനായി ഭൂവിൽ വന്നവനെ എന്റെ വേദനകൾ ഏറ്റം മാറിഞ്ഞവനെ എന്റെ പാപശാപങ്ങൾ കൃഷിയിലേറ്റോ അതിശയം നീ മാത്രമേ എന്റെ പാപശാപങ്ങൾ കൃഷിയിലേറ്റോ അതിശയം നീ മാത്രമേ എന്റെ യേശു എത്ര മഹാൻ എന്റെ യേശു എത്ര മഹാൻ അത്ഭുതവാൻ നിത്യനുന്നതൻ വല്ലഭൻ എന്റെ യേശു എത്ര മഹാൻ. Praise God. പഴയ നിയമത്തിലെ ശ്രദ്ധേയമായ ഒരു തിരസ്കരണമാണ് യോസെഫിൻ്റേത്. എന്നാൽ 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 18ാമത്തെ വാക്യം നമുക്കൊന്നും കൂടി ഒന്ന് വായിക്കാം. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. ശരിക്കും ആ വാക്യത്തെ ഒന്ന് പുനർക്രമീകരണം ചെയ്ത മലയാള ഭാഷാന്തരത്തിലെ ഒരു ചെറിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ശരിക്കും ആ ഭാഗം പറയുന്നത് പറഞ്ഞാൽ യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ദൈവം ശോധന വരുത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ യോസെഫിന് ദൈവം എന്ത് ദർശനം കാണിച്ചു കൊടുത്തോ ആ ദർശനം തന്നെ അവനെ ശോധന ചെയ്തു എന്നാണ്. കമോൺ, ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് തന്നെ നമ്മളെ പരീക്ഷിക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ അടിയുറച്ച് പ്രസംഗിക്കുന്ന എന്തോ അതായിരിക്കും തിരിച്ച് നമ്മളെ പരീക്ഷിക്കുന്നത്. കാരണം ആ പറയുന്നത് നമ്മളായിട്ട് ബന്ധമുണ്ടോയെന്ന് അറിയാനായിട്ടാണ്.
യോസേഫിന് ദൈവം 2 ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു. ആ ദർശനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉന്നതനായി തീരുമെന്ന്, ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുമെന്നായിരുന്നു. പക്ഷെ ആ വചനം തന്നെ അതെ, ഗോഡ് വാസ് ടെസ്റ്റിംഗ് ദ ക്യാരക്ടർ ഓഫ് ജോസഫ് ടു മേക്ക് ഷുവർ ദാറ്റ് ഹി ഫിറ്റ്സ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ. താൻ ആ സ്ഥാനത്തേക്ക് അലങ്കരിക്കപ്പെടുന്ന രീതിയിൽ താൻ യോഗ്യതയുള്ളവനാണോ എന്ന് ഉറപ്പിക്കേണ്ടതിന് ദൈവം യോസേഫിനെ ശോധന ചെയ്തുവെന്നാണ്. There are 3 levels of testing, 3 areas of testing Joseph had gone through. യോസേഫ് കടന്നുപോയ 3 സ്ഥലമുണ്ട് പരിശോധനയിൽ. ഒന്നാമത്തെ തൻ്റെ ശോധന എന്നുള്ളത് ഹിസ് മോറൽ ക്യാരക്ടർ വാസ് ടെസ്റ്റഡ് ഇൻ ദ ഹൗസ് ഓഫ് പോത്തിഫാർ. പോത്തിഫറിന്റെ ഭവനത്തിൽ തൻ്റെ മാതൃകാ സ്വഭാവം പരീക്ഷിക്കപ്പെട്ടു. കാരണം ഇതിനേക്കാൾ സുഖസൗകര്യങ്ങൾ കൂടിയ ഒരു കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണോ താൻ അജയ്യനായി നിൽക്കുന്നത് എങ്കിൽ മാത്രമേ അവിടേക്ക് താൻ എത്തപ്പെടാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ഗോഡ്. അവിടെ താൻ ജയിച്ചു. ലോകം തന്നെ കണ്ടത് മോശക്കാരനായിട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ താൻ നിഷ്കളങ്കനായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ തൻ്റെ പരീക്ഷണം തടവറയിലായിരുന്നു. തൻ്റെ സഹനം ദൈവം പരീക്ഷിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൽ സഹനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് സഹനം. ഇനി ഒരല്പം പ്രാക്ടിക്കൽ കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് പാടാനും പ്രസംഗിക്കാനും ജീവിക്കാനും നമുക്ക് ശുശ്രൂഷിക്കാനും ഒക്കെ എളുപ്പമാണ്. പറയാനും വായിക്കാനും ചാടാനും അറിയാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പക്വത അളക്കപ്പെടുന്നത് സഹനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കഷ്ടതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ കഷ്ടം അനുഭവിച്ചു എന്നതിനേക്കാൾ അത് ശരിയാണെങ്കിലും ശരിയായ ശരി എന്നുള്ളത് അവൻ കഷ്ടം സഹിച്ചു എന്നാണ്. എബ്രായർ 12:3 പറയുന്നത് therefore consider him who endured such hostility from sinners against himself lest you become weary nor disappointed in your soul. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. Come on, hallelujah. പൗലോസ് ശ്ലീഹ പറയാ റോമർ 5-ാം അധ്യായത്തിൽ കഷ്ടത സഹനത്തെയും സഹനം സ്വഭാവത്തെയും സ്വഭാവം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രൈസ് ഗോഡ്. ക്രിസ്തീയ ജീവിതത്തിൽ സഹനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ മെച്യൂരിറ്റി അളക്കപ്പെടുന്ന ഒരു യാർഡ് സ്റ്റിക്കാണ് സഹനം. നമ്മുടെ സഹനത്തിൻ്റെ തോതെന്തോ അതനുസരിച്ച നമ്മുടെ പക്വതയും അടക്കപ്പെടുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോൾ മാർക്ക് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നെറ്റിപ്പട്ടം മുഖമുദ്രയാണ് സഹനം. നമ്മുടെ കർത്താവ് സഹിച്ചുവെന്നാണ്. ഹലോ, അവൻ കഷ്ടം സഹിച്ചുവെന്നാണ്. സഹിച്ചു എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ടിടത്ത് അവൻ മിണ്ടാതിരുന്നു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ല, രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരുന്നു. അറുക്കുവാൻ ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. പ്രൈസ് ഗോഡ്. സഹനത്തിൽ നമ്മുടെ മനോഭാവത്തിന് ഭയങ്കര പ്രാധാന്യം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നത് ലെറ്റ് യുവർ ആറ്റിറ്റ്യൂഡ് ബി ദ സെയിം ദാറ്റ് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ കഷ്ടാനുഭവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നോ അതേ മനോഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യോസേഫിൻ്റെ രണ്ടാമത്തെ പരിശോധന തൻ്റെ സഹനമായി തടവറയിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഗോഡ്, അവൻ എങ്ങനെയാണ് ദൈവം ശോധന ചെയ്ത് അവൻ്റെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങി ബന്ധിച്ചു. മാത്രമല്ല അവന് അയേൺ കോളറിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തേൽ അങ്ങനെ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു കോളറിട്ട് അവനെ തടവറയിലിട്ടു എന്നാണ്. പ്രൈസ് ഗോഡ്. ഹിസ് ഫീറ്റ്സ് വർ ഫെറ്റഡ് വിത്ത് ചെയിൻസ്. അവൻ്റെ കാലുകൾ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിയെന്നാണ്. അവിടെ നമ്മൾ യോസേഫിൻ്റെ മനോഭാവം നമ്മൾ കാണുന്നുണ്ട്. കാരണം തൻ്റെ സാഹചര്യത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് രാജാവിൻ്റെ പാനപാത്രവാഹകനെ കണ്ടെത്തിയ സാഹചര്യത്തിൽ താൻ അവരോട് പറയുന്നുണ്ട്. അദ്ദേഹം കണ്ട സ്വപ്നത്തെയൊക്കെ
വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നല്ല കാലം വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. കാരണം ഞാനിവിടെ കിടക്കത്തക്കയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ സഹോദരന്മാരെന്നെ വിറ്റ് കളഞ്ഞു എന്നല്ല പറഞ്ഞ്, മിസ്രൈമിൽ തന്നെ കട്ടുകൊണ്ടുവന്നതെന്നാണ്. He never blamed his brothers. Come on. Hallelujah. He never blamed his brothers. സഹോദരന്മാരെ താൻ ഒരിക്കലും അപകീർത്തിപ്പെടുത്തിയില്ല. എന്നിട്ട് പറഞ്ഞു, എന്നെ കനാൻ ദേശത്ത് ഇങ്ങോട്ട് കട്ടുകൊണ്ടുവന്നതാണ്. എൻ്റെ സഹോദരന്മാരെന്നെ ഒറ്റിക്കളഞ്ഞാന്ന് പറഞ്ഞില്ല, എന്നെ കട്ടുകൊണ്ടുവന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധിയിലും താൻ സഹനം ശീലിക്കുകയായിരുന്നു. അവസാനം കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് താൻ എത്തിയിരിക്കെ, while he was enjoying the heights of his position, തൻ്റെ സ്ഥാനത്തിൻ്റെ ഏറ്റവും ഉച്ഛാസി താൻ എത്തിയിരിക്കെ, തന്നെ തള്ളിക്കളഞ്ഞ സഹോദരന്മാർ അന്നത്തിനു വേണ്ടി തൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു സമയം. സ്വർഗത്തിൻ്റെ വീക്ഷണം മുഴുവനും ആ ഒരു മേഖലയിലേക്കായിരുന്നു. പക്ഷേ അവരെ താൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ദൈവത്തിന് പ്രാധാന്യം. നമ്മുടെ പ്രശ്നത്തിനൊക്കെ ഒരു അവസാനമുണ്ട്. പക്ഷേ പ്രശ്നത്തിന് കാരണക്കാരായവരോടുള്ള നമ്മുടെ സമീപന മനോഭാവം എന്തോ അത് ദൈവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ വ്യക്തി ഒരുപക്ഷെ ഒരു നിസ്സഹായ അവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ ആ സാഹചര്യത്തിൽ അവരെക്കുറിച്ചുണ്ടാകുന്ന ഫസ്റ്റ് തോട്ടുണ്ട് നമ്മുടെ മനസ്സിൽ, ദാറ്റ് ഈസ് വാട്ട് കൗണ്ടഡ് ബൈ ഗാഡ്. എനിക്കറിയാം നീ വരും, അങ്ങനെ വാടാ, യു ആർ ഗോൺ. പിന്നെ അടുത്തൊരു കഷ്ടതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കമോൺ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭാഗമല്ല ഈ പറഞ്ഞ് എനിക്കറിയാം, പക്ഷേ തിരുവെഴുത്ത് തന്നെയാണ്, അതിനൊരിക്കലും മാറ്റമില്ല. പ്രൈസ് ഗാഡ്. ഈ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സാഹചര്യം. പക്ഷേ 45-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ, അവസാനം തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തൻ്റെ സഹോദരന്മാർ പറയുകയാണ്, നിങ്ങൾ എനിക്കെതിരെ ദോഷമായിട്ട് ചിന്തിച്ചതായിരിക്കാം, സാരമില്ല, അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവം എന്നെ ഇങ്ങോട്ട് നേരത്തെ അയച്ചതാണ്. കമോൺ. ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാ. കാരണം വിദൂരഭാവി സംഭവിക്കാൻ പോകുന്ന വലിയൊരു ക്ഷാമകാലത്തെ കണ്ടിട്ട് ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചതാണെന്ന്. കമോൺ, ഹല്ലേലൂയ. എത്ര പേർക്ക് നമ്മൾ നേരിടുന്ന കല്ലേറുകൾ ദൈവത്താൽ അയക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒരുക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ, ജീവിതത്തിൽ നേരിടുന്ന വേദനകളൊക്കെ, കടന്നുപോയ ഒറ്റിക്കൊടുക്കലുകൾ, കടന്നുപോയ തിരസ്കരണം മുഴുവനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് എത്ര പേർക്ക് അതിനെ ചിത്രീകരിക്കാൻ സാധിക്കും? അവിടെയാ അസാധാരണമായ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ഗാഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇനി തിരുവെഴുത്തിൽ കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ തിരസ്കരണം നമ്മുടെ കർത്താവിൻ്റെതാണ്. പ്രൈസ് ഗാഡ്. യെശയ്യാപ്രവാചകൻ കർത്താവിനെ കുറിച്ച് കാണുന്ന ദർശനത്തിൽ പറയുകയാണ് 53-ാം അധ്യായത്തിൽ, ഹി വാസ് ഡിസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ബൈ men. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായിരുന്നു. എന്നാൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യരാൽ മാത്രമല്ല അവൻ ത്യജിക്കപ്പെട്ടത്, സ്വന്തം പിതാവിനാൽ ത്യജിക്കപ്പെട്ടവനായി, ക്രൂശിൽ തള്ളപ്പെട്ടവനായി നമ്മൾ കാണുന്നു. അതാണ് വേദപുസ്തകത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ പ്രാർത്ഥനയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ, മൈ ഗാഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഹി വാസ് റിജക്റ്റഡ് ബൈ men and he was rejected for a little moment of time. He was rejected by his father in heaven. സ്വർഗീയ താതനാൽ ക്രൂശിങ്കൽ അവൻ തള്ളപ്പെട്ടു. പക്ഷേ ആ തള്ളപ്പെടലിലായിരുന്നു നമ്മുടെ വീണ്ടെടുപ്പ് മറിഞ്ഞു കിടന്നത്. ഇന്ന് പകലിൽ നമ്മൾ നിൽക്കുന്നത് ആ പാന്താവിലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത്, we stand fully paid and fully reconciled and fully forgiven through the redemption that was revealed when Jesus, the Son of God, was rejected on the cross. ക്രൂശിങ്കൽ പുത്രൻ തള്ളപ്പെട്ട ആ തള്ളപ്പെടലിൽ മറിഞ്ഞു കിടന്ന വീണ്ടെടുപ്പാണ് ഇന്ന് നാം ദൈവസന്നിധിയിൽ കൃപയാൽ നിൽക്കുന്നതിൻ്റെ രഹസ്യം.
അവൻ്റെ മുഖം കണ്ട് അവരാരും നശിച്ചിട്ടില്ല. അവൻ്റെ ശബ്ദം കേട്ടിറങ്ങിയവരാരും നശിച്ചു പോയ ചരിത്രമില്ല. ഇന്ന് പകലിൽ സകല പ്രത്യാശയും വരുന്ന, പ്രതീക്ഷകളും വരുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മുടെ ദൃഷ്ടികളെ ഒന്ന് ഉയർത്താം. ഒരു നിമിഷം ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു നിമിഷം ഹൃദയത്തിലെ ദൈവസനെ ഏകാഗ്രമാക്കാം. 1-2 മിനിറ്റ് നമുക്ക് ദൈവസന്നിധി ധ്യാനിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എല്ലാവരും ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആർ യു എ വിക്ടിം ഓഫ് റിജക്ഷൻ? ഇന്ന് പകലിൽ തിരസ്കരണത്തിന്റെ ഒരു ഇരയാണോ നിങ്ങളെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Allow the Holy Spirit to heal those dark spots of rejection. ആ തിരസ്കരണത്തിന്റെ മുറിവുകൾ സൗഖ്യമാകാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒളിമങ്ങി ഇരുളാച്ചേ ഉത്തമനേ വാരുമയ്യാ, കലത്തീരവോ കാത്തിരുപ്പോ കാതലനേ കരുണ സേവാ വൻ വീണകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയ വല്ലഭൻ നീ എന്ന ഭയ വന്നിടുമോ എന്നെ ഭയ തിരുകരങ്ങൾ തരും